മുനീശ്വരൻ കുന്നിലേക്ക് വായോ, കടുവേനെ കാണാം. മാനന്തവാടി, വയനാട് ജില്ലയിലെ മാനന്തവാടി തലപ്പുഴ പുതിയിടം കുന്നിലെ മുനീശ്വരൻ കുന്നിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് 3355 അടി ഉയരത്തിലാണ് മുനീശ്വരൻ കുന്ന്. ഇവിടെ നിന്നുള്ള പ്രകൃതി ദൃശ്യം ഹൃദ്യമാണ്. മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും മനോഹര കാഴ്ച മുനീശ്വരൻ കുന്നിന്റെ സവിശേഷതയാണ്. ചെറിയ പുല്ലുകളും വൈവിധ്യമാർന്ന ഔഷധ സസ്യങ്ങളും നിറഞ്ഞ പുൽമേടിലൂടെയാണ് മുനീശ്വരൻ കുന്നിലേക്കുള്ള ഹൈക്കിംഗ് പാത. ആന, കടുവ, പുള്ളിപ്പുലി, കാട്ടുനായ, മാൻ തുടങ്ങിയവയുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. മുനീശ്വരൻ കുന്നിലെ മുനീശ്വരൻ കോവിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. മലയാള മാസത്തിലെ തിരുവാതിര നാളിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പ്രവേശന സമയം. ഒരു ദിവസം 250 പേർക്കാണ് സന്ദർശനത്തിന് അനുവാദം. കുട്ടികൾക്ക് 30 രൂപയും വലിയവർക്ക് 60 രൂപയുമാണ് ചാർജ്. മലയും വെള്ളവും ആനയും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാന 3 ഘടകങ്ങളാണ്. ഇവിടെ വന്നാൽ ദൂരക്കാഴ്ചയിൽ റിസർവോയർ കാണാം. അതോടൊപ്പം തന്നെ ആന, മറ്റു മൃഗങ്ങളെ കാണാം. ഏറ്റവും വലിയ കുന്നിന്റെ മുകളിൽ കയറി നമുക്ക് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാം, കാറ്റേൽക്കാം. ഇതൊരു അടിപൊളി വൈബാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുനീശ്വരൻ കുന്ന് സന്ദർശിക്കണേ. അപ്പോൾ വയനാട് ജില്ലയിലെ മാനന്തവാടി തലപ്പുഴ പുതിയിടം കുന്നിലെ മുനീശ്വരൻ കുന്നിലേക്ക് വായു. ഇവിടുത്തെ പച്ചപ്പും മലഞ്ചെരുവുകളും കുന്നിൻ ചെരുവുകളും ദൂരക്കാഴ്ചകളും ആകാശത്തെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന അത്രമേൽ ഹൃദ്യമായ അനുഭവങ്ങളും നേർക്കാഴ്ചകളും ഒരിക്കലും നിങ്ങളെ മടുപ്പിക്കില്ല. അതുകൊണ്ട് വായോ, വയനാട്ടിലേക്ക്, നമ്മുടെ മുനീശ്വരൻ കുന്നിന്റെ നെറുകയിലേക്ക്. ആ നെറുകയിൽ ഒരു ചുംബനം നൽകി നമുക്ക് തിരിച്ചു പോരാം. ഒരു കണ്ണൂർ ഫാമിലി പരിചയപ്പെട്ടു. മോളുടെ പേരെന്താ? ഹെന. ഹെന. എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? നല്ല വൈബുള്ള സ്ഥലമാണ്. ആ മേലോട്ടൊക്കെ കഴിയുമ്പോൾ നല്ല കാമായിട്ടുള്ള പ്ലേസ് ആണ്. ടെൻഷനൊക്കെ റിലീഫ് ചെയ്യാൻ നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പൊ ടെൻഷൻ മാറാൻ തീർച്ചയായിട്ടും ഒരു അവധി ദിവസം കൊണ്ട് വരാലോ അല്ലേ? ഓക്കെ. You see the cloud when it's coming, it's feel from inside. When air touches your heart, it's awesome. That's great. എല്ലാവരും പറയുന്നത് മുനീശ്വരൻ കുന്ന് വൈബാന്നാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങോട്ട് വരണേ.